സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. എന്നാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശമുള്ളത്. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുകയാണ്. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും അടുത്ത 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. NDRF, SDRF സംഘങ്ങളെ വിവിധ ജില്ലകളിൽ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്. ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളിലും കനത്ത ജാഗ്രത ഇപ്പോൾ തുടരുകയാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വലിയ ദുരന്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2 ദിവസമായി തുടരുന്ന അതിതീവ്ര മഴയിൽ മരണസംഖ്യ ഇപ്പോൾ 100 കടന്നിരിക്കുകയാണ്. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. പലയിടത്തും റോഡുകളും പാലങ്ങളും ഒലിച്ചു പോയിരിക്കുകയാണ്. രാജ്യത്തെ 25 ജില്ലകളിൽ 20ലും ജനജീവിതം നിശ്ചലമായി എന്നാണ് റിപ്പോർട്ടുകൾ. ലങ്കൻ സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS വിക്രാന്തും നിലവിൽ രക്ഷാദൗത്യത്തിൽ പങ്കുചേരുന്നുമുണ്ട്.